നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുകയാണ്. സൗദി അറേബ്യയിൽ പ്രതിസന്ധി കനത്തതോടെ ഒട്ടേറെ സ്വകാര്യ കമ്പനികൾ അടച്ചുപൂട്ടൽ തീരുമാനത്തിലാണ്. ചില കമ്പനികൾ ജീവനക്കാരെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ജോലി നഷ്ടമാകുന്നതിൽ നിരവധി ഇന്ത്യക്കാരും ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. ജോലി നഷ്ടമാകുന്ന തങ്ങളുടെ ജീവനക്കാരെ സ്വന്തം ചെലവിൽ നാട്ടിലെത്തിക്കാമെന്ന് കമ്പനികൾ ഇന്ത്യയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അധികം വൈകാതെ തന്നെ അനുമതി നൽകാനാണ് സാധ്യത. സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് ഇന്ത്യ ടുഡേയോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. നാട്ടിലേക്ക് മടങ്ങാൻ സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ 60,000 പേർ രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ. കൊറോണയുടെ സാഹചര്യത്തിൽ സൗദിയിലെ സാമ്പത്തിക രംഗം വളരെ പ്രതിസന്ധിയിലാണിപ്പോൾ. നിരവധി സ്വകാര്യ കമ്പനികളാണ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത്. ജീവനക്കാരെ കുറച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന കമ്പനികളുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒട്ടേറെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ജോലി നഷ്ടമായിട്ടുമുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ എംബസി വഴി രജിസ്റ്റർ ചെയ്യണമെന്ന് നേരത്തെ തന്നെ വിവരം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 60,000 പേർ ഇതുവരെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. സ്വകാര്യ കമ്പനികൾ അവരുടെ ജീവനക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവ് സ്വയം വഹിച്ചാൽ ഇന്ത്യക്ക് ഭാരം കുറയും. കേന്ദ്ര സർക്കാർ വിമാനങ്ങൾക്ക് അനുമതി നൽകിയാൽ സ്വകാര്യ കമ്പനികൾ ചെലവ് വഹിച്ച് ജീവനക്കാരെ നാട്ടിലെത്തിക്കും എന്നാണ് പറയുന്നത്. അതിന് തയ്യാറാണെന്ന് നിരവധി കമ്പനികളാണ് സർക്കാരിനെ അറിയിച്ചത്. അനുമതി നൽകുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. അനുമതി നൽകിയാൽ 2 ആഴ്ചക്കകം തന്നെ എല്ലാവരെയും നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനികൾ പറയുന്നത്. ഇന്ത്യ വന്ദേ ഭാരത് മിഷൻ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വിധം പ്രവാസികളെ തിരിച്ചെത്തിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 12 രാജ്യങ്ങളിൽ നിന്നാണ് പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നത്. ഇതിൽ സൗദി ഉൾപ്പെടെ GCCയിലെ 6 രാജ്യങ്ങളും ഉൾപ്പെടും. ഒരാഴ്ചക്കിടെ സൗദിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് 5 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എംബസി വഴി രജിസ്റ്റർ ചെയ്തവരെ ഈ കാലയളവിൽ എത്തിക്കും. രജിസ്റ്റർ ചെയ്തതിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് ഇപ്പോഴെത്തുക. ആദ്യ വിമാനം റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്കാണ്. 160 പേരാണ് വിമാനത്തിലുണ്ടാകുന്നത്. 1000-ൽ താഴെ പ്രവാസികൾ 5 വിമാനത്തിലായി നാട്ടിലെത്തും. റിയാദ്, ദമാം, ജിദ്ദ നഗരങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ പുറപ്പെടുന്നത്. നിയന്ത്രണങ്ങൾ റദ്ദാക്കിയാൽ സൗദിയിലെ മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് സർവീസ് ആരംഭിക്കും. മദീനയിൽ നിന്ന് യാത്ര ആരംഭിക്കാൻ സാധിച്ചാൽ കൂടുതൽ പേരെ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നും അംബാസിഡർ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.